നമസ്കാരം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കോൺഗ്രസ് വർഗീയ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നുവെന്ന് കെ സുരേന്ദ്രൻ. വനവാസകാലം കഴിഞ്ഞു. അയോധ്യ നഗരി ദീപാലംകൃതയായി. കഴിഞ്ഞ ദീപാവലി മുതൽക്ക് തന്നെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും രാമജന്മഭൂമി ന്യാസ് അതിന്റെ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെയും CPM-നെയും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. എന്തിനാണ് ഈ ഇല്ല ഉണ്ട് എന്നുള്ള ഒരു നിലപാടിൽ കോൺഗ്രസ് എടുക്കുന്നത്? ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ കക്ഷികളുടെയും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമുദായ നേതാക്കളുടെയും സംഘടിത മതവർഗീയ ശക്തികളുടെയും ഭീഷണിക്ക് മുമ്പിൽ കോൺഗ്രസ് പാർട്ടി മുട്ടുമടക്കാൻ പോവുകയാണോ എന്നുള്ള ലളിതമായ ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചോദിക്കുന്നത്. 500 വർഷത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും പ്രാണപ്രതിഷ്ഠയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ചിലർ പങ്കെടുക്കുമെന്നും ചിലർ ഇല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന് മാത്രം നിലപാടില്ല. മതവർഗീയ ശക്തികൾക്ക് മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കുകയാണ്. സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ നിലപാടിൽ നിന്നും എന്താണ് കോൺഗ്രസ് പിന്നോട്ട് പോകുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മറുപടി പറയണം. ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ പേടിച്ച് കോൺഗ്രസ് ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ മാനിച്ചില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും BJP സംസ്ഥാന നേതൃയോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ സുരേന്ദ്രൻ പറഞ്ഞു. BJP എല്ലാ വിഭാഗം ജനങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണെന്നും അതുകൊണ്ടാണ് സ്നേഹയാത്ര ക്രൈസ്തവ സമൂഹം സന്തോഷത്തോടെ വരവേറ്റതെന്നും പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം ക്രിസ്ത്യൻ വിശ്വാസികളിൽ എത്തിക്കാൻ സാധിച്ചുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് വമ്പൻ വരവേൽപ്പ് നൽകും. കേരള ജനത പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ്. നവകേരള സദസ്സ് കേരളത്തെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. സമ്പൂർണ്ണ ഭരണസ്തംഭനമാണ് കേരളത്തിൽ. ശബരിമലയിലെ തീർത്ഥാടകരോട് വലിയ ക്രൂരതയാണ് സർക്കാർ കാണിക്കുന്നതെന്നും BJP അധ്യക്ഷൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് വരുന്നത്. മോദി തന്നെ വീണ്ടും വരുമെന്ന് എതിരാളികൾക്ക് പോലും ഉറപ്പാണ്. മോദി ഗ്യാരണ്ടിയിലാണ് ജനങ്ങൾക്ക് വിശ്വാസം. ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയനായ നേതാവാണ് മോദിയെന്നും കെ സുരേന്ദ്രൻ അവകാശപ്പെട്ടു. വ്യാജ ഫ്രീബിയല്ല നടപ്പാക്കിയ പ്രോഗ്രസ് കാർഡുമായാണ് മോദി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പുതുതായി പാർട്ടിയിൽ ചേർന്ന മേജർ രവി, C രഘുനാഥ് എന്നിവരെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചു. ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, മുതിർന്ന നേതാക്കളായ O രാജഗോപാൽ, CK പത്മനാഭൻ, ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ തുടങ്ങിയ നേതാക്കൾ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്തു.